കലുഷിതമായി തുടരുന്ന ഇസ്രയേൽ ഇറാൻ സംഘർഷം ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇസ്രയേലിൽ ഒട്ടനവധി മലയാളികളടക്കം ജോലി ചെയ്യുന്നതാണ്. നാട്ടിലെ ഭീതി ഇസ്രയേലിൽ ഇല്ല എന്നാണ് അവിടുത്തെ മലയാളികൾ പറയുന്നത്. എല്ലാം പതിവ് പോലെ തന്നെ പോകുന്നു. എന്നാൽ എല്ലാവരും ജാഗ്രതയിലുമാണ്. ഇറാനിൽ നിന്നുള്ള മിസൈൽ ഭീഷണിയുണ്ടെങ്കിൽ സൈറൺ മുഴങ്ങും. അപ്പോൾ സുരക്ഷാ ബങ്കറിലേക്ക് മാറണമെന്നു മാത്രം. അതും എപ്പോഴുമില്ല, ദിവസം 2-3 തവണ മാത്രം. ഇസ്രയേലിൽ ജനജീവിതം സാധാരണ പോലെ മുന്നോട്ട് പോകുന്നുണ്ടെന്നും ജെറുസലേമിൽ കെയർ ഗിവറായി ജോലി ചെയ്യുന്ന മലയാളി പറഞ്ഞു. നാട്ടിൽ നിന്ന് വിളിക്കുന്നവർക്കാണ് ഭീതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൈറൺ മുഴങ്ങുമ്പോൾ ബങ്കറിലേക്ക് മാറുന്നതാണ് സുരക്ഷിതം. പലപ്പോഴും ഒന്നും സംഭവിച്ചില്ല എന്നിരിക്കും. ഇത് പതിവാകുമ്പോൾ പലരും ബങ്കറിലേക്ക് പോകാതെ മുറിയിലോ പുറത്തോ തങ്ങും. ഇസ്രയേലിന്റെ അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം മറികടന്നെത്തിയ അപൂർവം മിസൈൽ പതിച്ചും ഇത് തകർക്കുന്ന മിസൈലുകളുടെ ചീള് തെറിച്ചും ഏതാനും പേർ മരിച്ചതും ചിലർക്ക് പരിക്കേറ്റതും അതിനാലാണ്. ഇറാനിൽ നിന്ന് അയച്ച മിസൈലുകളിൽ വളരെ കുറച്ചെണ്ണത്തിന് മാത്രമേ അയൺ ഡോം പ്രതിരോധ സംവിധാനം മറികടക്കാനായിട്ടുള്ളൂ. ഇപ്പോൾ മിസൈലുകളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുമുണ്ട്. അതേസമയം ഇസ്രയേൽ ഇറാൻ സംഘർഷം മൂർച്ഛിച്ച പശ്ചാത്തലത്തിൽ ഇറാനിലുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുകയാണ്. ടെഹ്റാനിലും പരിസരത്തുമുള്ള 10,000-ഓളം ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനാണ് പദ്ധതി. ജമ്മു കാശ്മീർ, കർണാടക, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1,500-ഓളം ഇന്ത്യക്കാരെ സുരക്ഷിത താവളങ്ങളിൽ എത്തിച്ചു. ഇതിൽ 110 വിദ്യാർത്ഥികളെ ആദ്യഘട്ടമെന്ന നിലയിൽ ബുധനാഴ്ച ഡൽഹിയിൽ എത്തിച്ചേക്കും. അർമേനിയ, UAE എന്നീ രാജ്യങ്ങൾ വഴി കടൽക്കര മാർഗങ്ങളിലൂടെയായിരിക്കും ഒഴിപ്പിക്കൽ. അതേസമയം ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായി പശ്ചിമേഷ്യയിൽ തുടരുമ്പോൾ സംഘർഷം തുടങ്ങിയ 6ാം നാളായെങ്കിലും ശക്തമായ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇരു രാജ്യങ്ങളും നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്തിലും ടെഹ്റാനിലെ വിവിധയിടങ്ങളിലും കനത്ത ആക്രമണമാണ് നടത്തിയത്. ഇന്നലെ മാത്രം ഇറാനിൽ 45 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേലിലെ ടെൽ അവീവ്, പിറ്റാതിക്വ, ഹൈഫ തുടങ്ങിയ നഗരങ്ങളിലേക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു. ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് ടെൽ അവീവ് ഉൾപ്പെടെ ലക്ഷ്യമിട്ട് മിസൈൽ വർഷം തടയാനായില്ല എന്ന് ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അവകാശപ്പെട്ടു. അതേസമയം ഇസ്രയേൽ പ്രതിരോധ സേന ടെഹ്റാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഹൈഫയിലും ടെൽ അവീവിലുമുള്ള ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇറാൻ സൈനിക മേധാവി മുന്നറിയിപ്പും നൽകി. ടെൽ അവീവിലെ മൊസാദ് കേന്ദ്രം ആക്രമിച്ചുവെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കയിൽ നിന്നും ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രയേൽ അവകാശപ്പെട്ടുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടെഹ്റാനിൽ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ തുടരുന്നുവെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. ഇസ്രയേലിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇറാനെ പിന്തുണയ്ക്കുമെന്ന് ഹൂതികൾ അറിയിച്ചിരുന്നു. ബ്രിട്ടനും അമേരിക്കയും കൂടുതൽ യുദ്ധവിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് അയച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം വിലപ്പോകില്ല എന്ന് വ്യക്തമാക്കി ഇറാൻ രംഗത്തെത്തിയിരുന്നു. നിരുപാധികം കീഴടങ്ങണമെന്ന ട്രംപിന്റെ അന്ത്യശാസനം തള്ളി ഇറാൻ ശത്രുവിന് മുന്നിൽ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടെ ഇസ്രയേൽ ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങളിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയായേക്കുമെന്നാണ് സൂചന. പശ്ചിമേഷ്യയിൽ US കൂടുതൽ സൈന്യത്തെ അയക്കുന്നതായും പടയൊരുക്കം ത്വരിതപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ ആണവായുധം നേടുന്നതിന് തൊട്ടരികിലെത്തിയെന്നും തടയാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രിയിൽ ഇറാനിലുടനീളം ഇസ്രയേൽ കൂടുതൽ കനത്ത ആക്രമണമാണ് നടത്തിയത്. ഇറാനിലെ ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ കൂടുതൽ ആക്രമണം നടത്തി. ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 450 കടന്നിരിക്കുകയാണ്. ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇറാനിൽ നദാൻസ് ആണവോർജ്ജ കേന്ദ്രത്തിന്റെ ഭൂഗർഭാർവകളിൽ കാര്യമായ നാശമുണ്ടായതായും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.